പറയുന്നുണ്ട്. കവളൊക്കെ ഗ്ലോ ആയിട്ട് തിളങ്ങുന്നുണ്ട്. ഇത് സത്യം പറഞ്ഞാൽ ബിഫോർ എടുക്കേണ്ടതായിരുന്നു. ഈ ഒരാൾ ഇങ്ങനെ ഇരുന്നതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അത്രയും മാറ്റമാണ് നമ്മൾ ഷാസ് ബ്രൈഡൽ മേക്ക് ഓവറായിട്ട് കൊടുത്തേക്കുന്നത്. ആളൊരു പഴയ സ്റ്റൈലിലൊരു ഹെയർ സ്റ്റൈലൊക്കെ അപ്പോഴും സുന്ദരി തന്നെ ആയിരുന്നു, പക്ഷേ ഇപ്പോഴാണ് കൂടുതൽ സുന്ദരിയായത് അല്ലേ? അല്ലെങ്കിലും ആൾ നല്ല സ്മാർട്ട് തന്നെയാണ്. അപ്പം നമുക്ക് റിവ്യൂസും കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം കേട്ടോ. ഇതിനിടയ്ക്ക് എൻ്റെ ഹിന്ദി ഒന്നും കേട്ട് നിങ്ങളാരും ഞെട്ടരുത്. ഞാൻ ഇതുങ്ങളെയൊക്കെ കൊണ്ടുപോകുന്നത് ഒരു വഴിക്കാണ്. എന്റെ ഒരു അസൂയക്കൻ പറയൂ, റിവ്യൂസ് പോരട്ടെ. ചെറുക്ക എനിക്ക് ഇൻസ്റ്റഗ്രാമിലാണ്. പറയൂ. ആശ ഷെർലിക്ക് എങ്ങനെയുണ്ട് നമ്മുടെ ഷാസ് ബ്രൈഡൽ മേക്കവറിന്റെ മേക്ക് ഓവർ? എങ്ങനെയുണ്ട്? ഒരുപാട് ഇഷ്ടപ്പെട്ടു. അടിപൊളിയായിട്ടുണ്ട്. നല്ല മസാജിങ് എല്ലാം കൊണ്ടും അടിപൊളിയാണ്. ഫ്രണ്ട്സിനോടെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കും. എന്തൊക്കെ സർവീസ് ആണ് ചെയ്തത്? ഹെയർ സ്പാ ചെയ്തു, ലെയർ കട്ട് ചെയ്തു, ഫേഷ്യൽ ചെയ്തു. ഫേഷ്യലിന്റെ എക്സ്പീരിയൻസ് ആണ് നമുക്ക് അറിയേണ്ടത്. കാരണം നമ്മൾ സത്യം പറഞ്ഞാൽ ബിഫോർ എടുത്തിട്ടില്ല, ആഫ്റ്റർ അല്ലേ? ബിഫോർ എടുത്തിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ബിഫോറില് നമ്മൾ ഇന്നലെയൊക്കെ കാണുമ്പോ സ്കിന്ന് നല്ല ഡെഡ് സ്കിൻ ആയിരുന്നു. കണ്ടോ എന്തുമാത്രം ഗ്ലോ വന്നിട്ടുണ്ടോ? ഇവിടെയൊക്കെ ഒത്തിരി ഉണ്ട്, നല്ലതുപോലെ പോയി നല്ല ഇപ്പൊ ഗ്ലാസി ആയിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. അവിടെ പറയാൻ പറ്റുന്ന ബാക്കി ഞാനിവിടെ പറയാം. ആൾ തന്നെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. കാരണം അത്രയും ഡെഡ് സ്കിൻ ഉണ്ടാകുന്ന ഒരു ഫേസ് നിന്ന് നമ്മൾ ആ ഒരു സ്കിന്ന് പോകുമ്പോൾ ഉണ്ടാകുന്നൊരു ഗ്ലോയും കാര്യങ്ങളും ഇവിടെ നന്നായിട്ട് വ്യക്തമായിട്ട് കാണാം. കഴിഞ്ഞ ദിവസം ആശയുടെ ബർത്ത്ഡേക്ക് നമുക്ക് അടിപൊളി ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ വരുന്നതേ ഉള്ളൂ. എന്തായാലും അടിപൊളി ഹെയർ ആണ് കേട്ടോ കാണാനായിട്ട്. ഓൾറെഡി ആ ഒരു ഹെയറിനൊരു മോയ്സ്ചറൈസർ നഷ്ടപ്പെട്ട ഒരു കുഴപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി ഹെയറൊക്കെ അത്യാവശ്യം നല്ല ഹെൽത്തി തന്നെയാണ്. പക്ഷേ നമ്മുടെ നമ്മുടെ സ്പാ കഴിഞ്ഞപ്പോഴത്തേക്കും ആളുടെ ഹെയർ നല്ല സിൽക്കി ആൻഡ് സോഫ്റ്റായിട്ട് നമുക്ക് തിരിച്ച് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയുണ്ട് നിങ്ങളതിനെ നോക്ക്. അപ്പോൾ ഓണത്തിന് ഒരുപാട് ഓഫറുകളും ഉണ്ട്, നിങ്ങളാരും മറന്നു പോകരുത്. താങ്ക്